കാഞ്ഞിരപ്പള്ളിയിൽ അതിശക്തമായ പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത്. ഒരു ത്രികോണ പോരാട്ടം എന്നൊക്കെ കരുതാം. ഒരുപക്ഷെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് UDF സ്ഥാനാർത്ഥി റോണി കെ ബേബി എത്തിയിരിക്കുന്നത്. കുറച്ച് ദിവസമായി ഇറങ്ങിയിട്ട് എങ്ങനെയുണ്ട്? തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. ഞാൻ ഈ നാട്ടുകാരനാണ്, കാഞ്ഞിരപ്പള്ളിക്കാരനാണ്. കഴിഞ്ഞ 25 വർഷമായി സജീവമായി കാഞ്ഞിരപ്പള്ളിയുടെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന ആളാണ്. പിന്നെ അപ്രതീക്ഷിതമായിട്ടാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം സ്വാഭാവികമായിട്ടും ഞാൻ ഇവിടെ മറ്റേ പേരൊക്കെ കേട്ടിരുന്നുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എൻ്റെ പേരും പരിഗണനയിലുണ്ടായിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രപ്പോസൽ ഉണ്ടായിരുന്നു, KPCC പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് സ്വാഭാവികമായിട്ടും വന്നു ഒരു സ്ഥാനാർത്ഥിത്വം. കാഞ്ഞിരപ്പള്ളി കുറച്ച് കാലമായിട്ട് ഈ ഡോക്ടർ NJ സാറിൻ്റെ കയ്യിലിരിക്കുകയാണ്. അതെങ്ങനെയാണ് പിടിച്ചെടുക്കുക? അങ്ങനെ ഒരു സീറ്റും ആരുടെയും കുത്തകയല്ല. അത് ഓരോ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളനുസരിച്ച് അത് മാറും. ഇത് കേരളത്തിൽ കൃത്യമായി ഒരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മെയ് മാസം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വരുന്നതിൻ്റെ ഒരു സംശയമില്ല. 100-ന് മുകളിൽ സീറ്റ് നേടി UDF അധികാരത്തിൽ വരും. ആ 100 സീറ്റിൽ ഒരു സീറ്റ് കാഞ്ഞിരപ്പള്ളി ആയിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. വ്യക്തിപരമായ വോട്ടുകളാണ് ഈ NJ പലപ്പോഴും ഗുണമാകാറുള്ളത്. കാരണം അദ്ദേഹം LDF ആണെങ്കിൽ UDF ആയി ജയിക്കുന്നതിന് കാരണം. അപ്പോൾ താങ്കളുടെ ഒരു കോൺഫിഡൻസ് ഈ പൊളിറ്റിക്കൽ മാറ്റമാണോ താങ്കളുടെ ഒരു കോൺഫിഡൻസിന് കാരണം? പൊളിറ്റിക്കൽ മാറ്റം എന്ന് പറയുന്നത് ഒരു ഘടകമാണ്. ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതിനകത്ത് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ വ്യക്തിബന്ധങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്. അതെല്ലാ സ്ഥാനാർത്ഥികൾക്കും ഉണ്ട്. ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമല്ല ഈ ഘടകങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്നത്. ഞാൻ ഒരു അധ്യാപകനാണ്. ഞാൻ ഒരു 23 വർഷമായി ഞാൻ അധ്യാപകനാണ്. എനിക്കും ആയിരക്കണക്കിന് ശിഷ്യ സമ്പത്തുകളുണ്ട്. പിന്നെ ഇവിടെ പാർട്ടി പ്രവർത്തകർ വളരെ സജീവമായി വലിയ ആത്മബന്ധമാണ്. ഞാൻ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി, ഞങ്ങളൊക്കെ ഒരു കുടുംബത്തെ പോലെ. കാഞ്ഞിരപ്പള്ളിയിലെ മറ്റൊരു തരത്തിലുള്ള തർക്കങ്ങളും മുന്നണിയിലോ പാർട്ടിയിലോ ഇല്ല. അത് ശക്തമായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നത് അതൊരു വലിയ അനുകൂലമായ ഘടകമാണ്. പ്രവർത്തകരുടെ വലിയൊരു ആവേശം ഈ നിയോജകമണ്ഡലത്തിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും കാഞ്ഞിരപ്പള്ളി ഇത്തവണ മാറും എന്നതിൽ നമുക്ക് ഒരു സംശയവുമില്ല. എന്താണ് ജനങ്ങളോട് പറയുന്നത്? വികസന പ്രശ്നങ്ങളാണോ? നിങ്ങൾ ഈ മണ്ഡലം ടോട്ടൽ പൊളിറ്റിക്സ് പറയുന്നതിനപ്പുറത്ത് മണ്ഡലത്തിലെ കാര്യം എന്താണ് ചൂണ്ടിക്കാട്ടുന്നത്? കാരണം കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ പൊതുജനങ്ങളുടെ ഭാഗത്ത് തന്നെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ പൊതുജനങ്ങളുടെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വളരെ കൃത്യമായി തന്നെ അറിയാം. വികസനമാണോ? വികസന മേഖലയിൽ വലിയ ഗൗരവമായിട്ട് ചില വിഷയങ്ങളുണ്ട്. 2-3 പതിറ്റാണ്ടായി ഇവിടെ നടപ്പാകാതെ കിടക്കുന്ന വികസന പദ്ധതികളുണ്ട്. തറക്കല്ലിട്ടു, വീണ്ടും തറക്കല്ലിട്ടു, ടെൻഡർ വിളിച്ചു, വീണ്ടും ടെൻഡർ വിളിച്ചു, റീടെൻഡർ വിളിച്ചു. ഏത് തവണയും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഉടനെ ഒരു റീടെൻഡറാണ്. അതിനു മുമ്പൊന്നും റീടെൻഡറും ഇല്ല, ഒരു നടപടിക്രമമില്ല. തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുന്നേ ഓടി നടന്ന റീടെൻഡറുകളാണ്. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ്, ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് കാഞ്ഞിരപ്പള്ളി വഴി കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും. 2007 ആരംഭിച്ച പദ്ധതിയാണ്. ഇപ്പോൾ 18-19 വർഷങ്ങളായിരിക്കുന്നു കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് എന്ന് പറയുന്നത്. അതിപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. അതുപോലെയാണ് കോടാനുകോടി രൂപ മുടക്കിയ മണിമല മേജർ ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ആയിരക്കണക്കിന് വീടുകളിൽ കുടിവെള്ളം എത്തിക്കാവുന്ന ഒരു വലിയ പദ്ധതി. അതും 1/4 നൂറ്റാണ്ടായി. ഇപ്പോൾ അത് തുരുമ്പിച്ച് പദ്ധതിനെ ഇല്ലാതാവുമ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ 10-15 വർഷം ഇവിടെ പ്രതികരിച്ച് ജനപ്രതി പറയുക അങ്ങനെ ഒരു പദ്ധതിയേ ഇല്ല എന്നുള്ളത്. ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായി തെളിവുകൾ സഹിതം അതിൻ്റെ പൈപ്പ് ലൈനുകളുണ്ട്, അതിനുവേണ്ടി പണിത വലിയ ടാങ്കുകളുണ്ട്. അതെല്ലാം അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ വികസന പ്രശ്നങ്ങളാണ്. അതെല്ലാം ജയരാജന് തിരിച്ചടിയാകും തീർച്ചയായിട്ടും. കാരണം ജനങ്ങൾ വിലയിരുത്തട്ടെ. അതോ നമുക്കിവിടെ ഇതിനകത്ത് ഒരു ആരോപണമോ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ വിഷയമല്ല. ജനങ്ങൾ കൃത്യമായി തന്നെ കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്നുണ്ട്. എന്ത് വികസനമാണ് സമീപ മണ്ഡലങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ, അല്ല കേരളത്തിൻ്റെ ഇതര ഭാഗങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ എടുത്തു പറയാവുന്ന എന്തെങ്കിലും ഒരു വികസന പദ്ധതികൾ, ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകൾ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസ നിലവാരമുള്ള സ്ഥാപനങ്ങൾ. ശരി, അത് താങ്കൾ പറഞ്ഞു. ഈ ജോർജ് കുര്യനാണ് ഒരു കേന്ദ്രമന്ത്രിയാണ് മറ്റൊരു എതിരാളി. ഞാൻ വളരെ കൃത്യമായി പറയട്ടെ, ഇവിടെ എതിരാളി ആരാണ് എന്ന് നോക്കിയല്ല ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനവും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും. ഞങ്ങൾക്ക് എന്താണ് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത് ഞങ്ങളത് കൃത്യമായി പറയും. അല്ലാതെ ആരാണ് എതിരാളി എന്നുള്ളത് ഞങ്ങളെ സഭാ വോട്ടുകളൊക്കെ കുറച്ചുകൂടി അദ്ദേഹത്തിന് ബന്ധമുള്ള ആളല്ലേ, അത് UDFന് പ്രതിസന്ധി ഉണ്ടാവും. എല്ലാവരുടെയും വോട്ടുകൾ, അല്ലാതെ ഒരു ജാതി മത വിഭാഗങ്ങളുടെ വോട്ടുകൾ അതൊക്കെ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. കൃത്യമായി തന്നെ രാഷ്ട്രീയ ബോധമുള്ള, പൗരബോധമുള്ള കേരളത്തിലെ ജനങ്ങളെ, നിയോജകമണ്ഡലത്തിലെ സമ്മതിദായകരെ
അവർ കൃത്യമായി ആരാണ് മികച്ച സ്ഥാനാർത്ഥി എന്ന് നോക്കി അവർ വോട്ട് ചെയ്യട്ടെ. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളും വികസന വിഷയങ്ങളും ഒക്കെ ചർച്ച ചെയ്യട്ടെ. അല്ലാതെ നമ്മൾ പറയുന്ന പോലെ ജാതിയോ മതമോ ഒന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിലെ ഘടകം. കൃത്യമായി തന്നെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധമാണ് എന്ന് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. എന്തായാലും അതാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിന്റെ വികസനത്തിൽ മണ്ഡലം പിന്നോട്ട് പോയി എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം വോട്ട് ചെയ്തു. അങ്ങനെ വിജയം ഉണ്ടാകുമെന്ന് UDF സ്ഥാനാർത്ഥി പ്രതീക്ഷിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18.